എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിരിക്കുന്നത്. അത് ബ്രെഡ് ഉണ്ട്. അപ്പോൾ ബ്രെഡ് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും കണ്ട ഞാൻ കുറച്ച് സോസ് എടുത്തിട്ടുള്ളൂ. എനിക്ക് സോസ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാ പുറം. ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കനമുള്ള ബ്രെഡാണ് കേട്ടോ. സവാള വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും. ഈ ബ്രെഡ് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കുന്ന ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് 2 ബാച്ചായിട്ടാണ് ചെയ്തത്. കാരണം ഒറ്റ ചെറിയ ബൗളിലിട്ട് ചെയ്തത് കൊണ്ട് ഒറ്റ അടിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 ബാച്ചായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് അല്പം കടലപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തൊക്കെ വച്ചിരിക്കുന്ന ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, സവാള, കറിവേപ്പില, ഇനി നമ്മൾ മല്ലിയില, ഇതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ബ്രെഡ് ക്രഷ് ചെയ്തതുകൊണ്ട് പൊടികളും ഉണ്ട്, ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴയ്ക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡൗ റെഡിയാണ്. ഇനിയും നമുക്ക് എണ്ണ അടുപ്പത്ത് വയ്ക്കാം. കണ്ടില്ലേ, ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പം നോക്കാം വേണമെങ്കിൽ. ഉപ്പ് ഇതിന് കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എണ്ണ, നമ്മൾ വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനങ്ങനെ കൃത്യമായിട്ടുള്ള ഷേപ്പൊന്നും വേണമെന്നില്ല. ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്കിടാൻ പറ്റി. ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമില്ല, ഉരുട്ടുമൊന്നും വേണ്ട. കൈ കൊണ്ട് ഓരോന്നും ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുത്താൽ മതി.
ഇനി ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒക്കെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ ഉള്ളു വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആയി വരുന്നതേ ഉള്ളൂ, കുറച്ച് സമയവും കൂടി എടുക്കും. എന്നിട്ട് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റും. ആയി വരുന്നതേ ഉള്ളൂ, കുറച്ച് സമയവും കൂടി എടുക്കും. ആദ്യം ഇട്ടതൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ എടുത്ത് മാറ്റാം. കണ്ടോ, ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ മാറ്റാം. അടുത്തതും റെഡിയായി വരുന്നുണ്ട്. ഇനി അധികം താമസമില്ല, നമുക്ക് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പക്കോഡാസ് റെഡി. എൻ്റെ ഈവനിങ് സ്നാക്ക് കണ്ടല്ലോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നല്ല ക്രിസ്പിയാണ്. ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ സോസൊക്കെ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഒരു സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കണം. അപ്പോൾ താങ്ക് യു, ബൈ.